പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സൗരങ്ങളെ, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ ഒരു വചന പഠനവും ഒപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു യാത്ര പരിശുദ്ധാത്മാവ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഓരോ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തട്ടെ. വചനത്തിൽ നമുക്ക് കൂടുതൽ ബോധ്യങ്ങൾ നിറഞ്ഞ് ഈശോയോടുള്ള ബന്ധം കൂടുതൽ വളർത്താൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടെ നമുക്ക് എങ്കിലും അവാച്യമായ നെടുവീർപ്പോടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം ഒക്കെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ വഴി, ധ്യാനങ്ങൾ വഴി, കൂദാശകൾ വഴി, വചനങ്ങൾ കേൾക്കുന്ന വഴി, വായിക്കുന്നത് വഴിയൊക്കെ ഇത് ഓരോ ദിവസവും നമ്മൾ വളർന്ന് ഈശോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ശരിക്കും സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലല്ല, നമ്മുടെ ആത്മീയ കാര്യങ്ങളിലൊക്കെ നമുക്ക് വേണ്ട വിധം എന്നൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ തോറ്റുപോകാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട സൗരങ്ങളോട് ഈ ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിന് നമുക്ക് നന്ദി പറയാം. വലിയ തീക്ഷ്ണതയോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചും പഠിച്ചും സ്നേഹിച്ചും ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന, എന്നെ നല്ല വിശ്വാസിയാക്കി മാറ്റുന്ന, എന്നെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന, എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന, ഈശോ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ഉണങ്ങിപ്പോയ അവസ്ഥയിൽ എനിക്ക് ജീവൻ നൽകി എനിക്ക് പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ ബോധ്യങ്ങളും നമുക്ക് കിട്ടിയ ബോധ്യങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പസ്തോലന്മാർക്ക് കിട്ടിയ ഒരു ധൈര്യം, അപ്പസ്തോലന്മാർക്ക് ശക്തി നൽകിയത് ഈശോയുടെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനുണ്ടായിരുന്ന ഒരു കാര്യം, ആ ഒരു വലിയ റോൾ. അതുകൊണ്ട് തന്നെ ഈശോ അവരോട് പറയുകയാണ്, അപ്പസ്തോല പ്രവർത്തനം 1-4 8 ഒക്കെ ശക്തി വരട്ടെ, പരിശുദ്ധാത്മാവ് വരട്ടെ. അപ്പോൾ അവർ ശരിക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൽ, കൂട്ടായ്മയിൽ, സാന്നിധ്യത്തിൽ അവരിരുന്ന ഒരു 120ഓളം വരുന്ന ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു അല്ലേ. പെന്തക്കോസ്തായുടെ ദിവസങ്ങളൊക്കെ നമ്മളിത് ഒത്തിരി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പിന്നെ മത്യാസിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-2 അധ്യായങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിലാണ് ഇവർ സമ്മേളിച്ചിരുന്ന സ്ഥലത്തൊരു വലിയ ശബ്ദം അഗ്നിനാവുകൾ പോലെ ഇറങ്ങുന്നത് അവർ കാണുന്നു. പിന്നീട് അവർ ഭാഷാപരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഭാഷാപരത്തിൽ സംസാരിക്കുന്ന വെച്ചാൽ നമ്മൾ വായിച്ചിട്ടില്ല, അവർ പല ദേശത്തു നിന്ന് വന്ന ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അവരോടെല്ലാം സുവിശേഷം പ്രഘോഷിക്കുന്ന, ആ സുവിശേഷം അവരവരുടേതായ ലാംഗ്വേജിൽ, അവരുടേതായ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുകയാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളം വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ അയാൾ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നു. ചില സമയത്ത് ഇപ്പം ഞാൻ കരുതാറുണ്ട്, ദൈവമേ ഞാൻ പറയുന്നതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവാറുണ്ടോ? കാരണം എല്ലാവരും പറയുന്നത് എല്ലാം എനിക്ക് മനസ്സിലാവാറില്ല. അപ്പം ചിലപ്പോൾ നമുക്ക് ബോറടിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ, ആത്മാവ് നയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാവുന്നില്ലല്ലോ, എനിക്കിത് പിടികിട്ടുന്നില്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാക്കി തരാൻ നമുക്കൊരു സഹായകനുണ്ട്. ആര്? പരിശുദ്ധാത്മാവ്. സഭയുടെ മതബോധനന്തം നമ്മളോട് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് വചനം വായിക്കാൻ വേണ്ടി, വചനം പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടവയാകിയാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഇല്ലാതെ ഈ വചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ എവിടെയെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ ആത്മീയ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പിടികിട്ടുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം മനസ്സിലാകുന്നില്ല, ചില ബോധ്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് സഹായിക്കും നമ്മൾ. ഇവരെ ഈ അപ്പസ്തോലന്മാരെ സഹായിച്ച പോലെ, അപ്പസ്തോലന്മാർ മാത്രമല്ല കേട്ടിരുന്നവരിലേക്ക് പോലും ഒരു അഭിഷേകം കൊടുക്കുകയാണ്, അവർക്ക് അവരുടേതായ ലാംഗ്വേജിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ വിശ്വാസം പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ച കൂട്ടായ്മയാണല്ലേ അപ്പസ്തോലിക സഭ. അപ്പൊ അവരെ പ്രഘോഷിച്ച സുവിശേഷം എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടു, ദൈവാത്മാവ് മുഖേനയല്ലാതെ ഒരാൾക്കും യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ പറ്റില്ല. നമ്മൾ പൗലോസ് സ്ലിഹായെ, തോമാസ് സ്ലിഹായെ, യോഹന്നാൻ സ്ലിഹായെ ഒക്കെ കണ്ടു. ഇനി വളരെ പ്രധാനമായിട്ട് ഈ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ആദ്യത്തെ താളുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വമാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ. ഈശോ നിയോഗിച്ച നീ നിന്റെ വിശ്വാസമാകുന്ന ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് പറഞ്ഞ് കർത്താവ് ഒരു വലിയ ദൗത്യം പരമേൽപ്പിച്ച പത്രോസ്ലിഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് പ്രഘോഷിച്ച സുവിശേഷം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അവിടെ കൂടിയിരുന്ന ആ മനുഷ്യർക്ക്, ആ നാട്ടുകാർക്കെല്ലാം
അത് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പത്രോസിലേക്ക് എന്താണ് പ്രസംഗിച്ചത്? കഥകൾ പറയായിരുന്നു, കവിതകൾ പറയായിരുന്നു, ഡാൻസ് കളിച്ച് കാണിക്കായിരുന്നോ, മാജിക് കാണിക്കായിരുന്നോ? അല്ല, പത്രോസിലേക്ക് ഫോക്കസ് ചെയ്ത ഒറ്റ കാര്യമാണ്. ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത കാര്യം പ്രൊക്ലെയിം ചെയ്തു ധൈര്യത്തോടെ. പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാർ, വാതിലടച്ച് ഒളിച്ചിരുന്ന ശിഷ്യന്മാർ, ഇനി ഒരു വാതിലുകൾക്കും തടസ്സപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള സുവിശേഷം, ലോകത്തിന്റെ അറ്റം വരെ എന്നും യുഗാന്ത്യം വരെ പ്രൊക്ലെയിം ചെയ്യേണ്ട, പ്രഘോഷിക്കേണ്ട ഒരു സുവിശേഷം അവരവിടെ നിന്ന് നാന്ദി കുറിച്ചു, അവരവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്തു. അതിലേറ്റവും കേന്ദ്രമായ സുവിശേഷമായിരുന്നു. ആത്മധൈര്യത്തോടെ, പരിശുദ്ധാത്മാവ് നൽകിയ ധൈര്യത്തോടെ പ്രഘോഷിച്ചത് അപ്പോസ്തല പ്രവർത്തനം 2:21, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. നിങ്ങൾ ഈശോയിൽ വിശ്വസിച്ചാലാണ് രക്ഷപ്പെടുക എന്ന് പൗലോസ്ലീഹ പറഞ്ഞത് നമ്മൾ വായിച്ചു കഴിഞ്ഞ ദിവസം. പത്രോസ്ലീഹ തന്റെ ആദ്യത്തെ പ്രസംഗത്തിന്റെ കേന്ദ്ര തീമായിട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ദാവീദിനെ കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞ് ഇങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് പത്രോസ്ലീഹ എത്തിച്ചിട്ട് പറയാണ്, ആക്സ് 2:21, അപ്പോസ്തല 2:21, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഈശോയെ വിളിച്ചോളാൻ പറയണം. നിങ്ങൾക്ക് രക്ഷപ്പെടണോ, നിങ്ങൾക്ക് കയറി പോരണോ, യു ഷുഡ് കോൾ ഓൺ ഹിസ് നെയിം. ഈശോയുടെ നാമം വിളിക്കണം. ഈശോയുടെ നാമം വിളിക്കുക എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു നോർമൽ ഒരു സാധാ എക്സാമ്പിൾ എടുത്താൽ, ഇപ്പം ഞാനൊരു കുഴിയിൽ വീണു പോവാണ്, ഞാൻ ആരെ വിളിക്കും? അപ്പം നമ്മളെല്ലാവരും കുഴി വീഴാറില്ല. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവർക്കും കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇതിലൂടെയൊക്കെ നടന്നു പോകും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിനകത്തെ മുറികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴത്തേനും ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് സംഭവിച്ചിട്ട് നമുക്കുണ്ടാവും. അതായത് കാല് പോയിട്ട് മേശക്കിട്ടിടിക്കുക, മേശയുടെ കാലിലിട്ടിടിക്കുക. അത് വേറെ ഒന്നുമില്ല, 5 വിരലുണ്ടെങ്കിലും ഈ ചെറുവിരൽ തന്നെ പോയി ഇടിക്കുകയും ചെയ്യും. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെറുവിരൽ തന്നെ പോയി ഇടിക്കും. ഇപ്പം ചെറുവിരലാവട്ടെ, കാല് തന്നെ പോയി ഇടിക്കട്ടെ, മുട്ടുകുത്തി വീഴട്ടെ, നമ്മൾ അറിയാണ്ട് വിളിച്ചു പോകുന്നൊരു പേരാണ് അമ്മേ എന്ന് വിളിച്ചു. ചിലപ്പോൾ ഈശോയെ എന്ന് വിളിച്ചു. കോമൺലി ഏതൊരു മനുഷ്യനും ചിലപ്പോൾ വിളിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ അമ്മ ആ വീട്ടിലുണ്ടാവില്ല, ചിലപ്പോൾ അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം, അമ്മച്ചി ചിലപ്പോൾ വേറൊരു ദേശത്തായിരിക്കും. പക്ഷെ ഏതൊരാളും, അത് കുഞ്ഞു പാവയാവട്ടെ വലിയൊരു മനുഷ്യനാവട്ടെ, അമ്മേ എന്ന് വിളിച്ചു പോവാണ്. ആ പേര്, ഉദാഹരണം മനസ്സിലാവുമെന്ന് കരുതുന്നു. അമ്മയെ എന്നുള്ള ആ ഒരു നാമം, അല്ലെങ്കിൽ അമ്മ എന്നുള്ള ആ ഒരു പ്രയോഗം, ആ സ്നേഹത്തിന്റെ ഓർമ്മ, ആ വ്യക്തി അടുത്തില്ലെങ്കിൽ പോലും, കൺമുമ്പിൽ കാണുന്നില്ലെങ്കിൽ പോലും, എനിക്കൊരു വേദന വരുമ്പോൾ, എനിക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ അറിയാണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അമ്മയെന്ന് ഞാൻ വിളിച്ചു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം കിടക്കാണ്. എന്ത് വിശ്വാസം? ഒരിക്കൽ എനിക്ക് ഒരുപക്ഷെ എൻ്റെ ബോധമോ, എൻ്റെ കാലുകളോ, എൻ്റെ നാവോ, എൻ്റെ ശബ്ദമോ ഉറയ്ക്കാത്തൊരു നാളുകളിൽ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മുട്ടിടിച്ച് വീണപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത്, ഞാൻ വിളിച്ചില്ലെങ്കിൽ പോലും ഓടി വന്ന് എൻ്റെ കൈകളിൽ എടുത്തത് ആരാണ്? എൻ്റെ അമ്മയാണ്. അല്ലെ, ഏതൊരു വ്യക്തിക്കും ഒരു പറയാനുള്ള ഒരു ഓർമ്മകളിൽ ഒന്നായിരിക്കും, ഒരിക്കലും മറന്നുപോകാൻ സാധ്യതയില്ലാത്ത കുഞ്ഞോർമ്മകളിലൊന്നായിരിക്കും. അമ്മച്ചി വാരി പുണർന്നെടുത്തു. അമ്മയെന്ന് വിളിക്കാൻ എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുള്ളത്, നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസമുള്ളത്, ഒരിക്കൽ എന്നെ ഞാൻ വീണപ്പോൾ, എൻ്റെ മുട്ടിടിച്ച് വീണപ്പോൾ, ഞാൻ കരഞ്ഞപ്പോൾ ഞാൻ വിളിക്കാതെ പോലും എന്നെ വന്ന് ഓടിയെടുത്ത ഒരാളാണ് എൻ്റെ അമ്മ. ആ അമ്മയാണ് അമ്മയെന്ന് വിളിച്ചു പോകുന്ന ഒരു സങ്കടത്തിൽ. വചനത്തിൽ നല്ലതായിട്ട് ഇത് കാര്യം മനസ്സിലാക്കുക. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പത്രോസ്ലീഹ ഇത് പറയുന്ന കാര്യം എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്നുകൊണ്ട് പത്രോസ്ലീഹ പറയാണ്, നിങ്ങൾക്ക് വിളിക്കേണ്ടത് ഒറ്റ നാമമാണ്, നിങ്ങൾ വിളിക്കേണ്ടത് ഒറ്റയാളെയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശോയെ. ആ വിശ്വാസം തരാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായിട്ട് നിൽക്കുന്നത്. നീ വീണത്, നീ വിളിച്ചില്ലെങ്കിൽ പോലും നിന്നെ സഹായിക്കാൻ മാനുഷികമായ രീതിയിൽ അമ്മ അവിടെ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ അമ്മയുടെ സ്നേഹം കിട്ടാത്തവർ, അപ്പായുടെ സ്നേഹം കിട്ടാത്തവർ, പ്രിയപ്പെട്ടവരുടെ സ്നേഹം കിട്ടാത്തവർ, എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഓർക്കറിയാം, നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും, നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും, നമ്മൾ മുട്ടുകുത്തിയപ്പോൾ, വീണപ്പോൾ, വേദനിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, ചങ്കൊന്ന് പെടഞ്ഞപ്പോൾ നമ്മളെ പൊക്കിയെടുത്ത ഒരു പേരുണ്ട്. ആ പേര് ഈശോ എന്നാണ്. ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ പേര് ഈശോ എന്നാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും, തിരിഞ്ഞൊന്ന് ചിന്തിച്ചതിൻ്റെ ഗ്രാഫുകളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ വേദനകളിലും, നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് വന്നത് ഈശോയാണ്. എൻ്റെ പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ നാമം എന്ന് വെച്ചാൽ നീ വിളിക്കുക എന്ന് മാത്രമല്ല, വിളിക്കണമെങ്കിൽ നീ വിശ്വസിക്കണം. എനിക്ക് വേദന വരുമ്പോൾ അമ്മ, അപ്പ എന്ന് ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ ഐ ബിലീവ്, അല്ലേ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്നെ സഹായിക്കും, എൻ്റെ അപ്പൻ എന്നെ സഹായിക്കും. ഈശോയുടെ നാമം നീ വിളിച്ചോ, നീ രക്ഷപ്പെടും. സുവിശേഷ പ്രഘോഷണം ഇവർ ആരംഭിച്ചത് മറ്റൊന്നും പറഞ്ഞുകൊണ്ടല്ല, മറ്റു വിഷയങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ വിശ്വാസം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു, ഈശോയുടെ നാമം ഞാൻ വിളിച്ചു, നിങ്ങളും വിളിക്കണം. പത്രോസ്ലീഹ പറയണം. ഈ ധൈര്യം എവിടുന്ന കിട്ടിയ? പരിശുദ്ധാത്മാവിൽ. ഇതുവരെ സഹായിച്ചവൻ ഇനിയും സഹായിക്കുമെന്ന്
ഈ അപ്പസ്തോലന്മാർ പറയുന്നത് 2 കൊരിന്തോസ് 1:10 ഇങ്ങനെ എഴുതി വെക്കുന്നില്ലേ, ഇതുവരെ രക്ഷിച്ചവൻ ഇനിയും രക്ഷിക്കും. എനിക്ക് അവനിൽ അത്രയും വലിയ പ്രത്യാശ ഉണ്ടെന്ന് പൗലോസ്ലീഹ പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നാമം വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പത്രോസ്ലീഹ വീണ്ടും തന്റെ പ്രസംഗം തുടരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമില്ലേ, 4-ാമത്തെ അധ്യായം, ഈ പത്രോസും യോഹന്നാനും ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ നമ്മൾ കണ്ടില്ലേ, യോഹന്നാൻ 21:7 കടൽ തീരത്ത് നിൽക്കുന്ന ഈശോ കർത്താവാണെന്ന് മാത്രമല്ല യോഹന്നാൻ സ്ലീഹ പറഞ്ഞത്. അയാൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്ന ഒരു സിറ്റുവേഷൻ നിന്നുകൊണ്ട് മാത്രമല്ല വിശുദ്ധനായ നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ സ്ലീഹ ഇത് പറഞ്ഞത്. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും പത്രോസും യോഹന്നാനും പറയാണ് കർത്താവ് കർത്താവ് കർത്താവ്. ഈശോയിൽ വിശ്വാസം അവർ പ്രഖ്യാപിച്ചു. 4-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവർത്തനം 4:12 മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് വേറെ ആരെയും മുറുകെ പിടിക്കാനില്ല, മറ്റാരിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാനില്ലെന്ന് എന്തൊരു ധൈര്യത്തോടു കൂടിയാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ കൺവെൻഷൻ പന്തലിൽ നിന്നുകൊണ്ടല്ല പത്രോസ്ലീഹായും യോഹന്നാൻ സ്ലീഹ അത് പറയുന്നത്. അവരെ മാനുഷികമായി അവസാനിപ്പിച്ച് കളയാൻ, അവരുടെ മിനിസ്ട്രി, അവരുടെ ജീവിതം, അവരുടെ സ്വാതന്ത്ര്യം തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന അധികാരപ്പെട്ടവർ, മാനുഷിക അധികാരം ഉള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്, ഏറ്റവും എതിരിടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത് മറ്റാരിലും രക്ഷയില്ല, ഈശോയിലല്ലാതെ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ ഒരു പ്രസംഗവേളയിലോ ഈ സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് മാത്രമല്ല, 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസ്ലീഹ ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതം അപ്പോസ്തല പ്രവർത്തനത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ ദേവാലയത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ മേലാത്തൊരു പയ്യൻ കിടക്കുന്നു. അവന്റെ കാലുകൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ. അവനോട് പറയുന്നുണ്ട്, നീ എഴുന്നേക്കാൻ പറയുന്നുണ്ട്. എഴുന്നേക്ക്, എൻ്റെ കയ്യിൽ വേറെ ഒന്നും തരാനില്ല, സ്വർണ്ണമില്ല, വെള്ളിയില്ല, എൻ്റെ കയ്യിലുള്ള ഞാൻ നിനക്ക് തരിക. എന്ത്? ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു. ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു എന്ന് വെച്ചാൽ എൻ്റെ അകത്ത് കിടക്കുന്ന എന്താണ്? ഐ ബിലീവ്. പീറ്റർ ബിലീവ് ചെയ്യാണ്, പത്രോസ് വിശ്വസിക്കുകയാണ്, എൻ്റെ ഉള്ളിൽ ഈശോയുണ്ട്, എൻ്റെ ഉള്ളിലുള്ള ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ എഴുന്നേക്കുമിടാ മോനെ എന്ന് പത്രോസ്ലീഹ വിശ്വസിച്ചുകൊണ്ടാണ് പറയുക. സ്വർണവും വെള്ളിയൊന്നും അല്ല, അത് വരും പോകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഈശോയിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേക്ക്. ആ പയ്യന്റെ ഉള്ളിലോട്ട് ആ വിശ്വാസം പകരപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പത്രോസ് പറയുമ്പോൾ ഈ കാലും മേലാത്ത ഈ പയ്യനിലേക്ക് വിശ്വാസം വരികയാണ്. അവന് എന്ത് കണ്ടിട്ടാണ് പത്രോസ്ലീഹ പറയുന്ന ഈ കാര്യത്തിൽ വിശ്വസിക്കുക? പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിലേക്കും പ്രവേശിക്കുകയാണ്. പത്രോസിന്റെ നാവിലൂടെ, പത്രോസിന്റെ ഈശോയിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ, ഈശോയുടെ നാമത്തിൽ എഴുന്നേക്കാൻ പറയുമ്പോൾ ആ ഒരു പവർ, ആ ഫെയ്ത്ത് റേഡിയേറ്റ് ചെയ്ത് ഈ മേലാത്ത പയ്യന്റെ ഉള്ളിലോട്ടും കയറുകയാണ്. ആൻഡ് ഹി ബിലീവ്സ്. എന്താ വിശ്വസിക്കുന്നത്? അവന് വേണേ നോക്കിയിരിക്കാം അവന്റെ മേലാത്ത കാലിലേക്ക്. ഇനിയും സ്വർണമോ വെള്ളിയോ ഒക്കെ തരാൻ പറ്റുന്നവര് ഈ ഭിക്ഷ ചോദിക്കുമ്പോൾ അത് ഈ പ്രസംഗം ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ ചില്ലിക്കാശ് ഇട്ട് തരുന്നവരെ വേണേ അവന് നോക്കാം. അവൻ ഇത്രയും കാലം ശ്രമിച്ചിട്ട് എഴുന്നേക്കാൻ പറ്റാതിരുന്ന അവസ്ഥകളെ അവന് നോക്കാം. എഴുന്നേക്കാൻ ശ്രമിച്ചിട്ട് വെറുതെ എന്തിനാ നാണം കെടുന്നതെന്നുള്ള അവന്റെ ഉള്ളിലുള്ള ചിന്തകളിലേക്ക് വേണേ അവന് നോക്കാം. പക്ഷെ അവനൊന്നും നോക്കിയില്ല, അവനൊന്നും ആകുലപ്പെട്ടില്ല, ആശങ്കപ്പെട്ടില്ല, സംശയങ്ങളൊന്നും വന്നില്ല. ഒരു സന്ദേഹവും കൂടാതെ അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൻ എഴുന്നേറ്റു, ചാടിത്തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ദേവാലയത്തിലേക്ക് പോയെന്ന് പറഞ്ഞ ഈ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ ഏറ്റവും എഴുന്നേക്കാൻ പറ്റാത്ത ഒരാൾക്ക് പോലും എഴുന്നേക്കാൻ പരിശുദ്ധാത്മാവ് അയാളുടെ ഉള്ളിലേക്ക് ശക്തിയായിട്ട് ഇറങ്ങുകയാണ്. അതാണ് ധൈര്യം കൊടുക്കുക മാത്രമല്ല, വിശ്വാസം പകരപ്പെടുക. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ, വചന ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ, വചനം കലർപ്പില്ലാതെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളോ ശുശ്രൂഷകളെയോ വ്യക്തികളെയോ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പവർ റേഡിയേറ്റ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിശ്വാസത്തിനും എവിടെയെങ്കിലുമൊക്കെ കെട്ടുപോകുമ്പോൾ അത് ജ്വലിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ ജ്വലിച്ച് പിന്നീടെന്ന് ഒരു ജീവനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം എങ്ങനെ വീണ്ടും ജ്വലിക്കുക? ആരാധന നടക്കുന്ന ഇടങ്ങളിൽ, വചനം പഠിക്കുന്ന ഇടങ്ങളിൽ, വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ, വചനം നമ്മൾ വായിക്കുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ആ വിശ്വാസം റേഡിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈശോയുടെ നാമത്തിൽ പറഞ്ഞു, ഈശോയിലുള്ള വിശ്വാസത്തിൽ പറഞ്ഞു, ആ പയ്യൻ എഴുന്നേറ്റ് ചാടിത്തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇനി അതിന്റെ ക്ലൈമാക്സിൽ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഇവർ പിടിക്കപ്പെടുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, ആക്ട്സ് 3:16, അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, ഈശോയുടെ നാമത്തിലുള്ള വിശ്വാസം മൂലം, ഈശോയുടെ നാമം, ഈശോയുടെ ശക്തി, ഈശോയെ കുറിച്ചുള്ള ബോധ്യങ്ങൾ, അറിവ്, ഈശോയുമായിട്ടുള്ള ബന്ധം, പത്രോസ്ലീഹ പറയാണ്, ഇതിൻ്റെയൊക്കെ അവിടെ ഉള്ളപ്പോഴും അവന്റെ നാമത്തിലുള്ള വിശ്വാസം, ഫെയ്ത്ത് ഈസ് ഗോയിങ് ടു ചേഞ്ച് യു. വിശ്വാസമാണ് മാറാൻ പോകുന്നത്.
പത്രോസ്ലീഹ ഉറപ്പിച്ച് പറയണം, ആ വിശ്വാസം മൂലമാണ്, അവൻ്റെ നാമമാണ് നിങ്ങൾ അറിയുകയും കാണുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്ലീഹയ്ക്ക് വേണേ പറയാൻ മേലായിരുന്നോ, ഞാൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു, അവൻ എഴുന്നേറ്റു, എൻ്റെ വാക്കിൻ്റെ പവർ കണ്ടോ, അവൻ എഴുന്നേറ്റു. പത്രോസ്ലീഹ ഒന്നും ഒരിക്കലും അങ്ങനെ പറയില്ല. നമുക്ക് അങ്ങനത്തെ ടെംപ്റ്റേഷൻസ് വരത്തില്ലേ, വന്നിട്ടില്ലേ, വരില്ലേ? അത് ഇതുകൊണ്ടോ ഇപ്പം ചിലപ്പം പറയണോ, അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു, രക്ഷപ്പെട്ടു. എൻ്റെ ഉള്ളിൽ തോന്നാ ഒരു പ്രലോഭനം പിശാച് തരാം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നു, ഞാൻ ഇത് ചെയ്തുകൊണ്ട് നടന്നു. പത്രോസ്ലീഹയ്ക്ക് നമ്മുടെ മുമ്പിൽ നിന്ന് റിയൽ സ്പിരിറ്റ്, റിയൽ ഹോളി സ്പിരിറ്റ്, ഒറിജിനൽ ഹോളി സ്പിരിറ്റ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആത്മാവിലുള്ള യഥാർത്ഥ ജീവിതം, ശരിക്കുള്ള ആത്മീയ ജീവിതത്തെ, ആത്മീയ മനുഷ്യരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുക? അവർ ക്രെഡിറ്റ്, മഹത്വം മുഴുവൻ ആർക്ക് കൊടുക്കും? ഈശോയ്ക്ക് കൊടുക്കും. നിങ്ങൾ എന്നെ വന്ന് കാണും, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വര്, എന്നിട്ട് ഇത് കാര്യം നടക്കും. ഞാൻ എന്നിലേക്ക് ശ്രദ്ധ പോകുന്നോ, അത് ആത്മാവ്, പരിശുദ്ധാത്മാവ് നയിക്കുന്നതല്ല. പകരം ക്രിസ്തുവിലേക്കാണ് നിങ്ങളെ ഒരു ശുശ്രൂഷ നടത്തുന്നതെങ്കിൽ, ക്രിസ്തുവിലേക്കാണ് ഒരു സ്ഥലം, ഒരു സെന്റർ നിങ്ങളെ നയിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിലേക്കാണ് ഒരു പ്രാർത്ഥന രീതി നിങ്ങളെ നയിക്കുന്നതെങ്കിൽ, അത് ആത്മാവിലുള്ളതാണ്, പരിശുദ്ധാത്മാവാണ്, ഒറിജിനൽ സ്പിരിറ്റാണ്. അല്ലാത്തതെല്ലാം അത്രയധികം പ്രലോഭനങ്ങൾ, ശരിയേത് തെറ്റേത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥ ആത്മാവിലുള്ള ജീവിതം, യഥാർത്ഥ ആത്മാവിലുള്ള ശുശ്രൂഷ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഫോക്കസ് ക്രിസ്തുവിലായിരിക്കും, ഫോക്കസ് ഈശോയിലേക്കായിരിക്കും, നയിക്കുന്നത് ഈശോയിലേക്കായിരിക്കും. ഞാൻ നിങ്ങളോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു തരുമ്പോഴും ഞാൻ നിങ്ങളെ എന്നിലേക്കാണ് ആകർഷിക്കുന്നതെങ്കിൽ ഇത് ആത്മാവിലുള്ളതല്ല, പരിശുദ്ധാത്മാവിലുള്ളതല്ല, പരിശുദ്ധാത്മാവാൽ നയിക്കുന്നതല്ല. അപ്പോഴും എൻ്റെ നാവ് ചലിക്കും, അപ്പോഴും എൻ്റെ സ്വരം കേൾക്കും, അപ്പോഴും ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കും. ആകർഷിക്കുന്നത് നിങ്ങളെ ഞാൻ എന്നിലേക്കാണ് ആകർഷിക്കുന്നതെങ്കിൽ, പകരം ഞാൻ നിങ്ങളെ ഒരു ടൂളായി, ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഉപാധി മാത്രമായി നിന്ന്, ഒരു മീഡിയം മാത്രമായിട്ട് നിന്ന് ഞാൻ നിങ്ങളെ ക്രിസ്തുവിലേക്കാണ് ആകർഷിക്കുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, എനിക്കപ്പോൾ ക്രിസ്തുവിൽ അഭിമാനിക്കാം. ഈശോയെ, അങ്ങയുടെ ആത്മാവിലാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നുമല്ല, അപ്പോഴും ജനക്കൂട്ടം കാണും, അപ്പോഴും കൈയടിക്കുന്ന ആളുകൾ കാണും, അപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ കാണും. പക്ഷെ സ്വർഗം എന്നെ നോക്കി സങ്കടപ്പെടുകയായിരിക്കും. അച്ഛനെ ആരാ നയിക്കണേ? അച്ഛൻ്റെ ശുശ്രൂഷ ആരാ നയിക്കുന്നത്? ഈശോയാണ് നയിക്കുന്നത്, പരിശുദ്ധാത്മാവ് നയിക്കുന്നെങ്കിൽ ഞാൻ ഫോക്കസ് ഈശോയിലേക്ക് കൊടുക്കും. പത്രോസ്ലീഹ അതാ ചെയ്തത്. ക്രെഡിറ്റ് മുഴുവൻ എടുക്കാലോ, ഇനിയും ആൾക്കാരെ കൂട്ടാലോ, എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്ന എൻ്റെ അടുത്തേക്ക് വരുവിനെന്ന് പറഞ്ഞ് നാളെ പത്രോസ്ലീഹയ്ക്ക് ഒരു ഫ്ലെക്സ് അടിക്കാലോ. ഇല്ല, ഫ്ലെക്സ് അടിച്ചില്ല. പത്രോസ്ലീഹ ബാനറുകൾ കെട്ടിത്തൊക്കിയില്ല. പത്രോസ്ലീഹ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയില്ല. പത്രോസ്ലീഹ ഈശോയിലേക്ക് വഴി നടത്തി. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ഇവനെ സൗഖ്യപ്പെടുത്തിയത് എന്ന് സധൈര്യം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ആത്മാവിലുള്ള ധൈര്യം, ആത്മാവിലുള്ള ഉണർവ്, ആത്മാവിലുള്ള തുറവ്, ഇതാണ് ഈശോയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. അത് വെറുതെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അത്ര കംഫർട്ടബിൾ ആയ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടല്ലോ, ഏറ്റവും വേദനയിൽ നിന്നുകൊണ്ടും. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മുമ്പേ വായിച്ചു, രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ല. ഇനി വളരെയധികം സ്നേഹത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വചനം 4:13. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉള്ളവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിൽ അവര് ക്രിസ്ത്യാനിയാണെന്ന്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെന്ന്, ക്രിസ്തുവിന്റെ മാർഗത്തിൽ നടക്കുന്നവരാണെന്ന് അവര് പ്രഘോഷിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, അഡ്രസ്സുകൾ കൊണ്ടല്ല, അഭിമാനം പുളകിതരായിട്ടോ, ഇല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിന്റെയോ, ഇല്ലെങ്കിൽ വന്ന വഴികളുടെയോ പാരമ്പര്യങ്ങളുടെയോ കെട്ടുകൾ അവരുടെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ടല്ല. ഇവർ ഈ ക്രിസ്തുവിനുള്ളവരാണ്, ക്രിസ്തുവിന്റെ കൂടെയുള്ളവരാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ ശിഷ്യന്മാരാണ്, ദ റിയൽ ഡിസൈപ്പിൾസ്, അപ്പസ്തോലന്മാരാണെന്ന് ശത്രുക്കൾക്ക് പോലും മനസ്സിലായത് എങ്ങനെയാണ്? ഈ ആത്മാവ് നിറഞ്ഞതുകൊണ്ട് ഇവർ ധൈര്യത്തോടെ ഇത് പ്രഘോഷിച്ചപ്പോഴാണ്. മറ്റൊന്നുമല്ല. എന്നെ ഒരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് അറിയപ്പെടുന്നതോ, എന്നെ ഒരു നല്ല ദൈവവിശ്വാസിയാണെന്നോ അറിയപ്പെടുന്നത് മറ്റൊരു ഡെക്കറേഷൻസും അല്ല. ഞാൻ ധൈര്യത്തോടെ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ടോ? നിങ്ങൾ ഈശോയെക്കുറിച്ച് ധൈര്യത്തോടെ പറയുന്നുണ്ടോ? ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ആ ഈശോയുള്ള വിശ്വാസമാണ് എന്നെ നയിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അതാണ് ക്രിസ്തു ശിഷ്യന്റെ അടയാളം. വേറെ ഒരു വ്യക്തിക്കോ, ഒരു സ്ഥലത്തിനോ, ഒരു സെന്ററുകൾക്കോ, ഒരു പ്രാർത്ഥന രീതികൾക്കോ ക്രെഡിറ്റ് കൊടുക്കാതെ ഈശോയ്ക്ക് ഫുൾ ക്രെഡിറ്റ് കൊടുക്കുക. അതല്ലേ യഥാർത്ഥ ആത്മീയത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ. ക്രിസ്തുവാണോ നമ്മുടെ കേന്ദ്രം? യേശു ക്രിസ്തു അല്ല എൻ്റെ കേന്ദ്രമെങ്കിൽ മറ്റെല്ലാം എന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ആകർഷിക്കുന്നതെല്ലാം ചിലപ്പോൾ എന്നെ കുഴിച്ചാടിക്കും. ക്രിസ്തു അല്ല എൻ്റെ ഫോക്കസ് എങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാന്ന് പോലും എനിക്ക് പിടികിട്ടില്ല. എല്ലായിടത്തേക്കും ഞാൻ ശ്രദ്ധിക്കുന്നതൊക്കെ എനിക്ക് അപകടങ്ങളായിട്ട് മാറും. അപകടങ്ങളിലൊക്കെ ഞാൻ പെട്ടുപോകും. വീണ്ടും തിരിച്ചു കയറണമെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈശോയിലേക്ക് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ അത്ര എളുപ്പമല്ലല്ലോ. ഈശോ സഹായിക്കും നമ്മളെല്ലാം. വിശ്വാസം പ്രഖ്യാപിക്കുക.
പത്രോസ്ലീഹ വിശ്വാസം പ്രഖ്യാപിച്ചു ധൈര്യത്തോടെ. ഒരു അടയാളമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം. പത്രോസ്ലീഹയൊക്കെ ഈശോയെ കുറിച്ച് ധൈര്യത്തോടെ പ്രഘോഷിച്ചു. പ്രിയപ്പെട്ട സ്വരങ്ങളെ, മറ്റൊരു വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, സ്റ്റീഫൻ. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി അല്ലേ സ്റ്റീഫൻ. ഈ 6-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 6-ാമത്തെ അധ്യായത്തിൽ 7 ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ അവരെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ അപ്പസ്തോലന്മാർ കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയൻ, ഒരു മാനദണ്ഡമുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, അതിനാൽ സഹോദരങ്ങളെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ 7 പേരെ നിങ്ങൾ കണ്ടുപിടിക്കുക. ആത്മാവ് നിറഞ്ഞവരെ, ആത്മാവിന്റെ വരദാന ഫലങ്ങളിൽ ഒന്നായ ജ്ഞാനം നിറഞ്ഞവരെ, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ വേണം തിരഞ്ഞെടുക്കാൻ. ശുശ്രൂഷയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നത്, നമ്മുടെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടോ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. എല്ലായിടത്തും പോയി കൈ കൊടുക്കരുത്, എല്ലാവർക്കും പോയി കൈ കൊടുക്കരുത്. ഇത് നിങ്ങൾ നല്ല വ്യക്തതയോടെ, ബോധ്യത്തോടെ, വിവേകത്തോടെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന ശക്തിയോടെ, വിവേകത്തോടു കൂടി മനസ്സിലാക്കണം. ആത്മാവും ജ്ഞാനവും നിറഞ്ഞവർ വേണം ശുശ്രൂഷയ്ക്ക് കൂടെ നിർത്താനെന്ന് പരിശുദ്ധാത്മാവ് പറയാണ്. ദൈവാത്മാവ് ബോധ്യം കൊടുക്കാണ്. അങ്ങനെയുള്ളൊരു ആൾക്കാരെ തെരഞ്ഞെടുത്തു. 6-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യം, അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്റ്റേഫാനോസിനെയും മറ്റ് 6 പേരെയും 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കാം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വിശ്വാസം, പരിശുദ്ധാത്മാവ്. മുമ്പിൽ പറഞ്ഞു ജ്ഞാനവും ആത്മാവും നിറഞ്ഞൊരു. ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നവരെ വേണം നമ്മൾ കൂട്ടാൻ. എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ആത്മീയത തളർന്നു കിടക്കാണ്, ഫസ്റ്റ് നമ്മൾ എങ്ങോട്ട് പോകണം? പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഇടങ്ങൾ, അവിടെ പോയിട്ട് ശക്തി പ്രാപിച്ച് ഈശോയിലേക്ക് കൂടുതൽ എടുക്കണം. അവിടെയാണ് നമ്മൾ ദൈവാത്മാവിനാൽ യഥാർത്ഥത്തിൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറുക. സ്റ്റീഫനെ എന്ത് ജോലി ഏൽപ്പിച്ചെന്ന് കണ്ടല്ലോ അല്ലേ? ഒറ്റയടിക്ക് പ്രസംഗിക്കാൻ ഏൽപ്പിക്കുമായിരുന്നില്ല, ടേബിൾ ബോയ് ആണല്ലേ. വളരെ സിമ്പിളായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചാൽ. പക്ഷെ ഏതൊരു കുഞ്ഞു കാര്യത്തിനും പരിശുദ്ധാത്മാവ് നിറഞ്ഞുന്ന ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്നെ സംഭവിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കാം. അതിന്റെ സ്റ്റീഫനെ നോക്ക്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയുടെ അടയാളം സ്റ്റീഫൻ അവിടെ കാണിച്ചു തരികയാണ്. എന്നെ എന്നത്തിന് അടുക്കളയിലിട്ടെ, എന്നെ എന്തിനാ ടേബിളിലിട്ടെ, ഞാനിങ്ങനെ എനിക്ക് എന്തോരം കഴിവുകൾ, എനിക്ക് എന്തോരം എൻ്റെ ഈ ചെറുപ്പം, എനിക്ക് എന്നെക്കുറിച്ച് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്നിട്ട് എന്നെ ഈ കുഞ്ഞുകാരി ഏൽപ്പിച്ച്. ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇങ്ങനെ ഒരു പ്രലോഭനമൊക്കെ നമുക്ക് വരാവേ. നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു, എൻ്റെ ശുശ്രൂഷയെ മാനിക്കുന്നില്ല, എൻ്റെ സമയത്ത് മാനിക്കുന്നില്ല, ഞാൻ ഇത്രയൊക്കെ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ട് എന്നെ ഒന്ന് പരിഗണിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോരയും നീരും ഇറക്കിയില്ലേ, ഞാൻ എല്ല് പൊടിച്ച് നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തില്ലേ, നമ്മളായിരിക്കുന്ന സ്ഥാപനം, പ്രസ്ഥാനത്തിന് വേണ്ടി, ഓഫീസിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്ഥാപനമോ ഈ ഒരു കാര്യത്തെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ മുഴുവൻ ബലിയർപ്പണം നടത്തി വരാം. നമ്മുടെ ശരീരവും ആത്മാവും മനസ്സും എല്ലാം ബലിയർപ്പണം നടത്തുന്നത് പോലെ നമ്മൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യാത്തെ, ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്നെ ഒരു പരാതിയും പറയുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരാളുടെ ഏറ്റവും വലിയ അടയാളങ്ങൾ ഒന്ന് സ്റ്റീഫൻ കാണിച്ചു തരികയാണ്. ചെയ്തത് കുഞ്ഞു ജോലിയാണ്. ടേബിൾ ബോയ് അല്ലേ, ഭക്ഷണം ഒരുക്കാനോ, ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനോ, വിളമ്പി കൊടുക്കാനോ, ഇനി ടേബിൾ ക്ലീൻ ചെയ്യാനോ, എല്ലാവർക്കും ഇതൊക്കെ കിട്ടിയെന്നൊക്കെ വരുന്നത് ഒരു ശ്രദ്ധ കിട്ടുന്ന ഒരു മിനിസ്ട്രി ഒന്നല്ല, ശ്രദ്ധ കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. ശ്രദ്ധ എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അപ്പസ്തോലന്മാർക്കാണ്. ആത്മാവ് നിറഞ്ഞെന്ന് സ്റ്റീഫൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. പരാതികളില്ല, ചെയ്യാൻ കർത്താവ് ഏൽപ്പിച്ച ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യുക. അവിടെ അവസാനിച്ചോ? ദൈവമേൽപ്പിച്ച കുഞ്ഞുകാര്യം ലോകത്തിന്റെ കണ്ണിൽ കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞുകാര്യം വിശ്വസ്തയോടെ ചെയ്തപ്പോൾ അടുത്ത അധ്യായം സ്റ്റെഫാനോസിന്റെ പ്രസംഗമാണ്. സ്റ്റീഫൻ പ്രസംഗിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഏൽപ്പിച്ച കുഞ്ഞു ജോലി, ഒരു ഗ്ലാസ് എടുത്ത് കഴുകി വെക്കാൻ, അത് ആത്മാവിൽ നിറഞ്ഞു വന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്താൽ നാളെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് തന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാണെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിക്കും. വിശുദ്ധ സ്റ്റീഫന്റെ ഒക്കെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വളരാൻ വെച്ചാൽ ഇപ്പോൾ ഈ വിശുദ്ധ സ്റ്റീഫന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ചെറിയ കാര്യങ്ങളിലും ഇത് നന്നായിട്ട് ചെയ്യാൻ ദൈവാത്മാവിനെ സഹായിക്കും. ഇത് ഈശോ ഏൽപ്പിച്ച കാര്യമാണ്. ഈശോയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാനിത് ചെയ്യും. ഏറ്റവും കുഞ്ഞാണേലും ഏറ്റവും ചെറുതാണേലും ഞാനിത് നന്നായിട്ട് ചെയ്യും. അതിനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയിലുള്ള വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് ഈ കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക. ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി ഏറ്റവും ചെറുതെന്ന് ലോകം വിധി കൽപ്പിച്ചാലും, നമുക്ക് തന്നെ തോന്നിപ്പോയാലും, ആരും പരിഗണിക്കുന്നില്ലെന്ന് തോന്നിയാലും, ഇപ്പൊ ഈശോ ഏൽപ്പിച്ച ജോലിയല്ലേ, അത് ഏറ്റവും നന്നാണ്. ഇപ്പൊ ഈശോ ഏൽപ്പിച്ച മിനിസ്ട്രി അല്ലേ, ഒരു പരാതിയും കൂടാതെ, ഒരു അപ്രീസിയേഷനും എക്സ്പെക്ട് ചെയ്യാതെ, ഒരു നല്ല വാക്ക് പോലും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, എങ്കിലും എൻ്റെ ഈശോ ഏൽപ്പിച്ച ജോലിയാണ്. എന്നെ പരിശുദ്ധാത്മാവ് നയിക്കും. ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്യും. നാളെ ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു അഡ്രസ്സ് ആയിരിക്കും കർത്താവ് തരുന്നത്. അടുക്കളയിൽ നിന്നവനെ, ടേബിൾ ക്ലീൻ ആക്കിയവനെ,
അൾത്താരെ പിടിച്ചു നിർത്തി സുവിശേഷം പ്രഘോഷിപ്പിച്ച് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാക്കി ഒരിക്കലും സഭയുടെ ചരിത്രം നീണ്ടു നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും മായാത്ത രീതിയിൽ ഒരു പേര് സ്റ്റീഫൻ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് ഈശോ നയിക്കും. നമ്മുടെ വിശ്വാസം വളരണം. വിശ്വാസം വളർത്തുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ